നമസ്കാരം. ഇന്ന് നിലവിലുള്ള സൈനിക തന്ത്രങ്ങളെ മറികടക്കുന്ന ഒരു നൂതന സാങ്കേതിക കണ്ടുപിടുത്തത്തിന്റെ വിശേഷം അമേരിക്കയിൽ നിന്നും പുറത്തുവന്നിരിക്കുകയാണ്. ജീവശാസ്ത്രവും സാങ്കേതിക വിദ്യയും കോർത്തിണക്കിയാണ് സൈനിക രംഗത്ത് പരിവർത്തനം വരുത്താനുതകുന്ന പുതിയ വഴിത്തിരിവുകൾക്ക് യുഎസിലെ വിവിധ യൂണിവേഴ്സിറ്റികളിൽ നിന്നുള്ള ഗവേഷകരടങ്ങുന്ന സംഘം ആരംഭം കുറിച്ചിരിക്കുന്നത്. അതിനായി അവർ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത് സെഫലോപോഡ് വിഭാഗത്തിൽപ്പെട്ട കടൽ ജീവികളെയാണ്. കടൽ ജീവികളും സൈനിക രംഗവും തമ്മിൽ എന്താണ് ബന്ധമെന്ന് സംശയിക്കുന്നവരുണ്ടാകും. ബുദ്ധിശക്തിയിലും മറഞ്ഞിരിക്കാനുള്ള കഴിവുകൾക്കും സാമർഥ്യക്കാരായ നീരാളികൾ, കാഴ്ചശക്തിയിലും വേഗതയിലും മുന്നിട്ട് നിൽക്കുന്ന കണവകൾ, നിറം മാറി കബളിപ്പിക്കാൻ ശേഷിയുള്ള കട്ടിൽ ഫിഷുകൾ എന്നിവയുൾപ്പെടുന്ന സെഫലോപോഡ് വിഭാഗത്തിൽപ്പെട്ട ജീവികളുടെ ജീവശാസ്ത്രത്തെ അടിസ്ഥാനമാക്കി സൈനിക ആവശ്യങ്ങൾക്കായി ശത്രുവിൽ നിന്നും മറഞ്ഞിരിക്കാനുതകുന്ന നൂതന വസ്തുക്കൾ കണ്ടെത്തുന്നതിനായുള്ള സാങ്കേതിക വിദ്യയാണ് ഈ അമേരിക്കൻ ഗവേഷകർ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായും കണവയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ഇത്തരമൊരു ഗവേഷണവുമായി ഗവേഷകർ മുന്നോട്ടു പോകുന്നത്. കണവ പ്രകടമാക്കുന്ന മറയൽ കഴിവുകൾ സൈനിക വസ്തുക്കളിലും ഉപയോഗപ്പെടുത്താനുള്ള പരിശ്രമമാണ് ഇതിലൂടെ നടത്തുന്നത്. കാമഫ്ലേജ് സാങ്കേതിക വിദ്യാ വികസനമെന്നാണ് ഇത് അറിയപ്പെടുന്നത്. സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറാൻ കഴിവുള്ള കണവുകളുടെ ചർമ്മത്തെ അനുകരിച്ച് സൈനികർക്ക് ശത്രുക്കളുടെ കാഴ്ചയിലകപ്പെടാതെ ഒളിഞ്ഞിരിക്കാനുള്ള സാങ്കേതിക സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നതിലൂടെ അത് വരും ഭാവിയിലെ യുദ്ധതലങ്ങളെ തന്നെ മാറ്റിമറിക്കുമെന്നാണ് ഗവേഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. അമേരിക്കൻ ഭരണകൂടത്തിന് കീഴിലുള്ള ഡിഫൻസ് അഡ്വാൻസ്ഡ് റിസർച്ച് പ്രൊജക്ട്സ് ഏജൻസി അഥവാ DARPAയുടെയും വ്യോമസേനയുടെയും ധനസഹായത്തോടെയാണ് സൈനിക സ്റ്റെൽത്ത് പ്രവർത്തനങ്ങളിൽ വിപ്ലവം സൃഷ്ടിക്കാനുതകുന്ന ഈ ഗവേഷണം മുന്നോട്ടു പോകുന്നത്. ഈ നൂതന ഗവേഷണത്തിന്റെ കാതലായ കണവയുടെ തൊലിയെ സംബന്ധിച്ച വിശദമായ പഠനവുമായാണ് ഗവേഷകർ ആദ്യം മുന്നിട്ടിറങ്ങിയത്. പ്രത്യേകിച്ച് ഇറിഡോഫോറുകൾ എന്നറിയപ്പെടുന്ന അവയിലെ പ്രകാശം പ്രതിഫലിപ്പിക്കുന്ന കോശങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് പ്രാരംഭഘട്ടത്തിൽ നടത്തിയത്. മസാച്യുസെറ്റ്സിലെ വുഡ്സ് ഹോളിലുള്ള മറൈൻ ബയോളജിക്കൽ ലബോറട്ടറിയുമായി സഹകരിച്ച് കാലിഫോർണിയ സർവകലാശാലയിൽ നിന്നുള്ള ഗവേഷകർ കടൽ തീരത്തുള്ള ലോങ് ഫിൻ കണവയുടെ അതുല്യമായ കോശഘടനകളെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുകയുണ്ടായി. ഈ ഇറിഡോഫോറുകളിൽ റിഫ്ലക്റ്റിൻ എന്ന പ്രോട്ടീന്റെ ദൃഢമായ സാന്നിധ്യം അടങ്ങിയിട്ടുണ്ട്. ഈ പ്രോട്ടീനുകൾ സ്വാഭാവിക ബ്രാഗ് പ്രതിഫലനങ്ങൾ പോലെയാണ് പ്രവർത്തിക്കുന്നത്. ഇവയുടെ പ്രവർത്തനത്താലാണ് കണവ വേഗത്തിലും കാര്യക്ഷമവുമായി നിറം മാറുന്നതെന്ന് ഗവേഷകർ തിരിച്ചറിഞ്ഞു. ഹോളോടോമോഗ്രാഫി പോലുള്ള നൂതന ഇമേജിംഗ് സാങ്കേതിക വിദ്യകളിലൂടെ ശാസ്ത്രജ്ഞർ കണവകളിലെ ഇത്തരത്തിലുള്ള കോശങ്ങളുടെ വിശദമായ ത്രിമാന കാഴ്ചകൾ പകർത്തിയിട്ടുണ്ട്. ഇത് കണവകൾ സുതാര്യമായ ശാരീരികാവസ്ഥയിൽ നിന്നും ഊർജ്ജസ്വലമായ നിറങ്ങൾ പ്രദർശിപ്പിക്കുന്നതിലേക്ക് എങ്ങനെ മാറ്റപ്പെടുന്നുവെന്നത് മനസ്സിലാക്കാൻ ഗവേഷകർക്ക് ഏറെ സഹായകരമായി തീർന്നു. അതേ തുടർന്ന് കണവകളിൽ കാണപ്പെടുന്ന നിറമാറ്റങ്ങളെ അനുകരിക്കുന്ന സൈനിക വസ്തുക്കൾ വികസിപ്പിക്കുന്നതിന് വഴിയൊരുക്കുന്ന പുതിയ പഠനത്തിലേക്കാണ് ഗവേഷകർ ഇപ്പോൾ തിരിഞ്ഞിരിക്കുന്നത്. ഈ ഗവേഷണത്തിന്റെ ഫലമായി കണവകളുടെ ജൈവഘടനകളെ കുറിച്ചുള്ള ധാരണകളെ അടിസ്ഥാനമാക്കി അവയുടെ ചർമ്മത്തിന്റെ ഒപ്റ്റിക്കൽ കഴിവുകൾ പകർത്തുകയും വികസിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വഴക്കമുള്ള സംയുക്ത മെറ്റീരിയൽ ഈ ഗവേഷകർ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇൻഫ്രാറെഡ് പ്രകാശത്തിന്മേലുള്ള നിയന്ത്രണം വർദ്ധിപ്പിക്കുന്നതിന് ഈ മെറ്റീരിയൽ നാനോ സ്ട്രക്ചർ ചെയ്ത ബ്രാഗ് റിഫ്ലക്ടറുകളെ അൾട്രാതിൻ ഫിലിമുകളുമായി സംയോജിപ്പിക്കുന്നു. അത്തരം ഒരു സംയുക്തത്തിന് ദൃശ്യപ്രകാശവും ഇൻഫ്രാറെഡ് സ്പെക്ട്രവും തമ്മിലുള്ള വ്യത്യാസം ക്രമീകരിക്കാൻ കഴിയും. ഇത് അഡാപ്റ്റീവ് കാമഫ്ലേജിനും മറ്റ് നൂതന ആപ്ലിക്കേഷനുകൾക്കും അനുയോജ്യമായി തീരുന്ന ഒരു കണ്ടെത്തലാണ്. എന്നിരുന്നാലും US ഗവേഷകർ ഇപ്പോൾ ശ്രദ്ധയൂന്നുന്നത് സൈനിക ആവശ്യങ്ങൾക്കായി സെഫലോപോഡുകളുടെ പ്രത്യേകിച്ച് കണവകളുടെ ശാരീരിക പ്രത്യേകതകൾ അനുകരിച്ചുള്ള സാങ്കേതിക വിദ്യ വികസിപ്പിക്കുക എന്നതിലാണ്. ആ നൂതന നേട്ടത്തിലേക്ക് ഉടനെ തങ്ങൾക്ക് എത്തിച്ചേരാനാകുമെന്നാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. വാർത്തയുടെ നിറം തേടി തനിനിറം.